പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നുവോ? സന്തോഷത്തോടെ ഇരിക്കുന്നുവോ? മനോല്ലാസത്തോടെ ഇരിക്കുന്നോ? ഈ സ്ഥലങ്ങളെല്ലാം കാണുമ്പോഴേ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ദൈവത്തിന്റെ സൃഷ്ടി കണ്ടില്ലേ? ഈ ചെടി കണ്ടോ? മലയാളത്തിൽ പനച്ചെടി, ഇംഗ്ലീഷിൽ ഫേൻ എന്ന് പറയും. ഇത് കടയിൽ ചെന്ന് വാങ്ങണമെങ്കിൽ ഭയങ്കര വിലയാണ് ഇതിന്. ഇവിടെ ദൈവം ഒരുപാടുണ്ടാക്കി വെച്ചിരിക്കുന്നു. കണ്ണെത്താ ദൂരം വരെയുണ്ട് ഇത്. ഈ സ്ഥലം വളരെ വ്യത്യസ്തമായിരിക്കുന്നു. ഉയരമുള്ള മരങ്ങൾ, ദൈവത്തിന്റെ സൃഷ്ടി എത്ര മനോഹരമാണ്. ഇവിടെ ഒരുപാട് ജനങ്ങൾ ഇത് കാണാനായി വരുന്നുണ്ട്. ഫാമിലി സഹിതം കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടി കണ്ട് ആഹ്ലാദിച്ച് സന്തോഷിക്കുന്നു. ശരി, നമ്മളിതെല്ലാം കാണുന്നു, ആസ്വദിക്കുന്നു, സന്തോഷിക്കുന്നു അല്ലേ? ഇതൊന്നും നശിക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? നമ്മളീ കാണുന്നതെല്ലാം ഒരു ദിവസം നശിച്ചു പോകും. വേദപുസ്തകത്തിൽ പറയുന്നു, 2 കൊരിന്ത്യർ 4:18 കാണുന്നത് താൽക്കാലികം, എന്നാൽ കാണാത്തതോ നിത്യം. അതായത് അനിത്യം എന്നാൽ നിലനിൽക്കാത്തത്, അവസാനിക്കുന്നത്. നിത്യം എന്നാൽ നശിക്കാതെ എന്നും നിലനിൽക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ കാണുന്നില്ലേ, അവയെല്ലാം അനിത്യമായതാണ്. ഒരു ദിവസം അതില്ലാതാകും. യേശുവിന്റെ 2ാം വരവിൽ അനേകം നാശങ്ങളെ കാണാൻ പോകുന്നു. ഒരു ഭൂകമ്പം വന്നാൽ തന്നെ വലിയ നാശങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലേ? യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ചെന്നാൽ മനുഷ്യർ നിർമ്മിച്ച കെട്ടിടങ്ങളെല്ലാം തകർത്ത് തരിശാക്കിയിരിക്കും. അപ്പോൾ നാം കാണുന്നതെല്ലാം നശിച്ചു പോകുന്നവയാണ്. അതിനാൽ ഈ ലോകത്തിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ശാശ്വതമുള്ളവയല്ല. അതിനുവേണ്ടി നാം കൂടുതൽ പ്രയത്നിക്കുന്നു. വീടുണ്ടാക്കണം, കടം വാങ്ങണം, കാർ വാങ്ങണം, ബൈബിൾ വാങ്ങണം. എല്ലാം ഒരു ദിവസം നശിക്കും. വെള്ളപ്പൊക്കം വന്നാൽ വീടുകൾ നശിക്കുന്നു, കാർ ഒഴുകിപ്പോകുന്നു, ബൈക്ക് ഒഴുകിപ്പോകുന്നു, എല്ലാം നശിച്ചു പോകുന്നു അല്ലേ? അപ്പോൾ അതൊന്നും ശാശ്വതമല്ല, അനിത്യമാണ്, താൽക്കാലികമാണെന്നറിയണം. അപ്പോൾ നമ്മുടെ ഹൃദയം ഏതിലാണ് ഉന്നം വെക്കേണ്ടത്? നിത്യമായതിൽ, അതായത് കാണാൻ സാധിക്കാത്തവയിൽ. കാണാനാവാത്തതോ അതെന്താണെന്ന് ചോദിച്ചാൽ സ്വർഗലോകം. അത് കാണാൻ കഴിയുമോ? കാണാനാവില്ല. പക്ഷേ യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാനായി പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലൊരു സ്ഥലം ഒരുക്കിയതിന് ശേഷം വന്നു കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതാണ് ശാശ്വതമായി നശിക്കാത്തയൊരു ലോകം. അവിടെ ദൈവമുണ്ടാകും, ദൈവദൂതന്മാരുണ്ടാകും, വിശുദ്ധന്മാരുണ്ടാകും. പല തരത്തിലുള്ള ഗോപുരങ്ങൾ ദൈവം നമുക്ക് വേണ്ടി നിർമ്മിച്ചു. തന്റെ മക്കൾ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടെ വ്യാധികൾ ഉണ്ടാവില്ല, അവിടെ വിശപ്പുണ്ടാവില്ല, അവിടെ ദുഃഖമുണ്ടാവില്ല, കഷ്ടപ്പാടുണ്ടാവില്ല, പാപമുണ്ടാവില്ല. അനിത്യമായി സന്തോഷത്തോടെയിരിക്കാം. അതാണ് ശാശ്വതമായത്. അതുകൊണ്ടാണ് ലോകത്തിൽ ഉള്ളവയെയല്ല, സ്വർഗത്തിലുള്ളവയെ അന്വേഷിക്കൂ എന്ന് ബൈബിളിൽ പറയുന്നത്. ഈ നശിച്ചു പോകുന്ന ലൗകിക കാര്യങ്ങളെക്കുറിച്ച് മാത്രം തിരഞ്ഞുകൊണ്ടിരിക്കാതെ നശിക്കാത്ത സ്വർഗീയ ഭാഗ്യത്തെ ലഭ്യമാക്കുവാനായി ശ്രദ്ധ പതിപ്പിക്കണം. നിങ്ങളുടെ ആത്മാവ് നശിക്കില്ല. അത് സ്വർഗത്തിൽ പോയി ദൈവത്തിന്റെ മുന്നിൽ നിൽക്കും. അതിനാൽ നിങ്ങളുടെ ആത്മാവിനെ കാത്തുകൊള്ളുവിൻ. വരാൻ പോകുന്ന രാജ്യത്തെക്കുറിച്ച് വാഞ്ഛയുള്ളവരായിരിപ്പിൻ. ഞാൻ ഈ ലോകത്തിൽ മരിച്ചാൽ സ്വർഗത്തിൽ യേശുവോടൊത്തിരിക്കണം എന്ന നിശ്ചയത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കൂ. ഈ നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ നശിക്കാത്ത ഒരു ലോകത്തെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിൽ ശ്രദ്ധ പതിപ്പിക്കുവിൻ എന്ന് വേദവചനം പറയുന്നു. ശ്രദ്ധ പതിപ്പിക്കുമോ? ഇന്ന് തന്നെ ആ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കാനായി പഠിപ്പിക്കണം. ദൈവമേ, ഞങ്ങൾ കാണുന്നതെല്ലാം അനിത്യമായതാണ്. കാണാത്തയാ നിത്യലോകത്തിലേക്ക് വരാൻ ഞങ്ങളെ ഒരുക്കണമേ, എന്നെ ഒരുക്കണമേ. സ്വർഗലോകത്തിലേക്ക് വരാനായി എന്നെ ഒരുക്കണമേ. അതിനായി എന്നെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ